എന്താണ് അസ്ഥിശോഷണം? എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് എന്തുകൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്? അതും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അസ്ഥിശോഷണം അഥവാ ഓസ്റ്റിയോപോറോസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ്. അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം. അത് 40 കഴിഞ്ഞുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ്. എന്താണ് അസ്ഥിശോഷണം? എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി ബലക്ഷയമാണ്. അസ്ഥികളുടെ ബലം കുറയുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത് അസ്ഥികളിലെ മിനറലൈസേഷൻ, അതായത് ധാതുക്കളുടെ അളവ് കുറഞ്ഞ് അസ്ഥികൾക്ക് അസ്ഥികൾ എന്താണോ നമുക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആ ഒരു ബലം, ആ ഒരു ശക്തി, മസിലുകൾ അതായത് പേശികളെയൊക്കെ ബലപ്പെടുത്തി, അതുപോലെ ടെൻഡൻസ് അതായത് അതിൽ വരുന്ന ഞരമ്പുകളെയൊക്കെ ബലപ്പെടുത്തി വെച്ച് നമുക്ക് പല പ്രവൃത്തികളും ചെയ്യാൻ, ചലനശേഷി, അതുപോലെ തന്നെ വസ്തുക്കളെ പൊക്കുക, താഴ്ത്തുക, മടങ്ങുക, തിരിയുക, എന്നിട്ട് പൂർവ്വസ്ഥിതിയിൽ വരിക, ഇതിനൊക്കെ തന്നെ അസ്ഥികൾ ഒരു പ്രധാനപ്പെട്ട ഘടനയാണ്, ഘടകവുമാണ്. അസ്ഥികളില്ലാതെ ഒരു ജീവജാലത്തിനും നിലനിൽപ്പില്ല. അതായത് ഈ സസ്തനികളായിട്ടുള്ള ജീവജാലങ്ങൾ ഒക്കെ തന്നെ അസ്ഥികൾ അത്യാവശ്യമായ കാര്യമാണ്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് അസ്ഥി. എന്തുകൊണ്ടാണ്? മനുഷ്യൻ 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികളെല്ലാം 4 കാലിലാണ് നടക്കുന്നത്. അപ്പം നട്ടെല്ല്, കാലുകൾ, കൈകൾ, അതിൻ്റെ ചലനം, അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചലനം, ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മാറ്റങ്ങൾ ഒക്കെ തന്നെ ഒരു അത്യാവശ്യമായ ഘടകമാണ് ഒരു വ്യക്തി 2 കാലിൽ നടക്കുക എന്നുള്ളത്. അപ്പോൾ അസ്ഥിശോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ശാസ്ത്രീയമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രത്യേകതകളുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പം തന്നെ പലർക്കും തോന്നുന്നൊരു ഇതിന് സമാനമായിട്ട് നമ്മുടെ പല രോഗികളും അനുഭവിക്കുന്ന വേറൊരു അസ്ഥിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമുണ്ട്. അത് അസ്ഥി തേയ്മാനമാണ്. പലപ്പോഴും ആൾക്കാർ മുട്ടിൻ്റെ അസ്ഥി തേയുന്നു, അല്ലെങ്കിൽ കൈയുടെ അസ്ഥി തേയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിക്കകത്തുള്ള കാർട്ടിലേജിൻ്റെ ശോഷണമാണ് അസ്ഥി തേയ്മാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുട്ടിന് നീരുണ്ടാവുന്നു, കാലിന് നീരുണ്ടാവുന്നു, മുട്ട് മടക്കുമ്പോഴും നീക്കുമ്പോഴും വേദന ഉണ്ടാവുന്നു. അപ്പോൾ അസ്ഥി തേയ്മാനവും അസ്ഥിശോഷണവും 2 എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. രണ്ടും 2 അസുഖങ്ങളാണ്, 2 ജീവിതാവസ്ഥകളാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളുടെ അസ്ഥിശോഷണത്തെ കുറിച്ചാണ്. 40 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് നോക്കുമ്പോൾ ആണ് ഈ 40 വയസ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ഏജ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇന്ന് 40 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു യൗവനാവസ്ഥയുള്ള ഒരു സമയമാണ്. മാത്രമല്ല ഈ 40 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളിൽ ആർത്തവവിരാമം ഉണ്ടാകുന്നതുമില്ല. അപ്പം ആർത്തവവിരാമവും അതായത് മെനോപോസും അസ്ഥിശോഷണവും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊരു സാമാന്യ സംശയം എല്ലാവർക്കും തോന്നാം. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. മെനോപോസ് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓവറികളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കൂടെ കുറയുകയും ചെയ്യും. എന്താണ് ഈസ്ട്രജൻ്റെ പ്രത്യേകത? ഈസ്ട്രജൻ എല്ലുകൾക്ക്, അസ്ഥികൾക്ക് ബലം കൊടുക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്ന പല കണ്ടീഷനിലും അസ്ഥിശോഷണം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് സ്ത്രീകൾക്ക് മെനോപോസ് ഉണ്ടാകുന്ന, അതായത് മെഡിക്കൽ മെനോപോസ്, അതായത് ഓവറികൾ എടുത്ത് കളയുക, അല്ലെങ്കിൽ കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഓവറി മാറ്റുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂമറുകൾ വന്നിട്ട് ഓവറി മാറ്റുക, 2 ഓവറികളും മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ട് യൂട്രസ് എടുക്കുന്ന കൂടെ തന്നെ ഓവറി മാറ്റുക. ഈ കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ആയിട്ട് ഈ മെനോപോസ് ഉണ്ടാകുന്നത്. മെഡിക്കൽ മെനോപോസ് അതാണ് സാധാരണഗതിയിൽ ഈ 40 വയസ്സിലൊക്കെ ഉണ്ടാകുന്നത്. സാധാരണ ഇപ്പോഴത്തെ മെനോപോസ് സ്ത്രീകളിൽ ഒരു 50 വയസ്സോളം നീണ്ടുപോകാറുണ്ട്. അപ്പം എന്താണ് ഈ അസ്ഥിശോഷണം? സ്ത്രീകളിൽ 2 തരത്തിൽ നമുക്ക് പോകാം. അതായത് പ്രീ മെനോപോസൽ ഓസ്റ്റിയോപോറോസ്, അതായത് മെനോപോസ്, അതായത് ആർത്തവ വിരാമത്തിന് മുമ്പ് ഉണ്ടാകുന്ന അസ്ഥിശോഷണവും ആർത്തവ വിരാമത്തിന് അനുബന്ധിച്ചുണ്ടാകുന്ന അസ്ഥിശോഷണം, ആർത്തവ വിരാമം കൊണ്ടുണ്ടാകുന്ന അസ്ഥിശോഷണവും, ഇങ്ങനെ 2ആയിട്ട് തിരിക്കാം. അപ്പോൾ അതിലേക്ക് വരുന്ന മുമ്പ് എന്തുകൊണ്ടൊക്കെയാണ് അസ്ഥിശോഷണം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ അസ്ഥികളിലുള്ള മിനറൽസ് കുറയുന്നത്?
എന്തുകൊണ്ടാണ് പുതിയ സമൂഹത്തിൽ അസ്ഥിശോഷണം കൂടാനുണ്ടാവുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു വ്യായാമവും ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണ് വ്യായാമം ചെയ്യുന്നത്? പ്രത്യേകതരം സമയങ്ങളിൽ രാവിലെ അരമണിക്കൂർ നടക്കുന്നു, അല്ലെങ്കിൽ വൈകിട്ട് 15 മിനിറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു. അങ്ങനെ ആ സമയങ്ങളിൽ മാത്രം വ്യായാമം ചെയ്യുകയും ബാക്കി സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ വിശ്രമം എടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. 10, 30, 20 വർഷങ്ങൾ മുമ്പ് നമ്മൾ സദാസമയവും നമ്മൾ നമ്മുടെ ജീവിത സന്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് നമ്മുടെ ജീവിതത്തിൽ പലതരം മെഷീനുകൾ വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വാഷിംഗ് മെഷീന്, നമുക്ക് തുടയ്ക്കാനുള്ള മെഷീന്, അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള മെഷീൻ, അങ്ങനെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ട് നമ്മുടെ ജോലികളൊക്കെ തന്നെ സഹായിക്കാനായിട്ട് ധാരാളം മെഷീൻ ഉണ്ടായതുകൊണ്ടും നമ്മുടെ കായികമായ അധ്വാനം കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. എന്താണ് കായികമായ അധ്വാനവും ഓസ്റ്റിയോപോറോസിസ് അസ്ഥിശോഷണവുമായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. മസിലുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ നമ്മൾ കാൽഷ്യം കഴിച്ചാലും വൈറ്റമിൻ D3 കഴിച്ചാലും ആ കാൽഷ്യവും വൈറ്റമിൻ D3യും ബോണിലോട്ട് പോവുകയും ബോണുകൾക്ക് ശക്തി ഉണ്ടാവുകയും ചെയ്യും. അസ്ഥികളുടെ ശക്തി കൂട്ടുന്നത് അതിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന മസിലുകളുടെ പ്രവർത്തനത്തിൻ്റെ തീഷ്ണത കൊണ്ടും അതിൻ്റെ ഫ്രീക്വൻസി, ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ദിവസം തന്നെ 8, 9, 10 മണിക്കൂറുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് അസ്ഥി അസ്ഥിയിലൂടെ ആ മസിലിൻ്റെ പ്രവർത്തനം വന്നാൽ മാത്രമേ അസ്ഥിയിലേക്ക് ധാതുക്കൾ ഉറക്കുകയും അസ്ഥിയുടെ ബലം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പം ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഓസ്റ്റിയോപൊറോസിസ് ഇത്രയും സാമാന്യമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആഹാരശൈലിയിലെ വ്യത്യാസം, നമ്മുടെ ജീവിതശൈലിയിലെ വ്യത്യാസം, നമ്മൾ കൂടുതൽ സമയം നമ്മൾ വിശ്രമം എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ഓർത്ത് വെച്ച രീതിയിൽ മാത്രമേ നമുക്ക് വ്യായാമം ചെയ്യുന്നുള്ളൂ. ഞാൻ അരമണിക്കൂർ നടക്കുന്നു, ഞാൻ ജിമ്മിൽ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കുറച്ച് ഫിക്സഡ് സമയത്തിൽ മാത്രമേ നമ്മൾ വ്യായാമം ചെയ്യുന്നുള്ളൂ. വ്യായാമം ചെയ്യാൻ പോകുന്നവർ പോലും ഒരടി പോലും നടക്കാൻ തയ്യാറാവുന്നില്ല. ഈ വ്യായാമ കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് വ്യായാമ കേന്ദ്രത്തിലോട്ട് കയറുന്നു, വീണ്ടും വ്യായാമ കേന്ദ്രത്തിൽ നിന്നും ഈ വണ്ടിയിലോട്ട് കയറി വീട്ടിലേക്ക് എത്തുന്നു. പിന്നെ അവർ ഏത് ചെറിയ ആവശ്യങ്ങൾക്കും ഓട്ടോറിക്ഷ അല്ലെങ്കിൽ വേറെ വാഹനം അല്ലെങ്കിൽ സ്വന്തം വാഹനം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരടി പോലും അവർ നടക്കുന്നില്ല. വീട്ടിൽ പോലും അവർ നടത്തം വളരെ കുറയ്ക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും നടക്കാൻ അവർ മടിക്കുന്നു, വിമുഖത കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ 40 വയസ്സിൻ്റെ പ്രത്യേകത? 40 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ജീവിതത്തിൽ സെറ്റിൽഡ് ആയിരിക്കും. 2 കാര്യങ്ങളാണ് സെറ്റിൽഡ് ആവുന്നത്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ സെറ്റിൽഡ് ആവും. ഇപ്പം ഞാൻ പാചകം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. 10 വർഷമോ 15 വർഷമായിട്ട് ഞാൻ നിരന്തരമായിട്ട് പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച് എനർജി കൺസേർവ് ചെയ്തുകൊണ്ട്, ഏറ്റവും കുറച്ച് എനർജി ചിലവാക്കിക്കൊണ്ട് എങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് നമ്മൾ അതിനകത്ത് മാസ്റ്ററായി മാറും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ അളവ് കുറയും, നമ്മൾ ഉപയോഗിക്കുന്ന മസിലിൻ്റെ അളവ് കുറയും, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ അളവും കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമ സമയം ധാരാളം കിട്ടും. എന്താണ് പുതിയ ജനറേഷൻ പ്രത്യേകത? നമുക്ക് വിശ്രമ സമയം നമ്മുടെ വീട്ടിനകത്തിരുന്ന്, നമ്മുടെ റൂമിനകത്തിരുന്ന്, നമുക്കൊരു കസേരയിലിരുന്ന് ആ വിശ്രമ സമയം ആനന്ദകരമാക്കാവുന്ന പല സംഗതികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പണ്ടെന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ഇത്തരം TV അല്ലെങ്കിൽ മൊബൈല്, അതല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് നമ്മുടെ വിശ്രമം ആനന്ദകരമാക്കാൻ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോകേണ്ടിയിരിക്കുന്നു. ഞാൻ വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ എത്ര പേര് ഉണ്ട് നിങ്ങളുടെ മുറ്റമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലമോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സൂക്ഷ്മമായിട്ട് കണ്ടിട്ടുള്ളത്? വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിൻ്റെ പാച്ചിൽ, ജോലിയുള്ളവരായാലും ജോലി ഇല്ലാത്തവരായാലും പാച്ചിൽ വരികയും സദാസമയവും നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ TV-യിലൊക്കെ നോക്കി നിങ്ങളുടെ സമയം കളയുകയുമാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ചുറ്റും കാണാനോ യാത്ര ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റുന്നേയില്ല. നമ്മൾ നോക്കുന്നില്ല, നമ്മൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ തന്നെ നമ്മുടെ ചലനശേഷി കുറയ്ക്കുന്നു, നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ യാത്ര കുറയ്ക്കുന്നു. പിന്നെ ആഹാര സാധനങ്ങൾ ഒരു ഓസ്റ്റിയോപൊറോസിന് ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ത് ആഹാരമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഏറ്റവും രുചികരമായി തോന്നുന്ന ആഹാരമാണ് ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും രുചി കിട്ടുന്ന, ഏറ്റവും കൂടുതൽ പൂരിതമായ കൊഴുപ്പുകൾ ചേർത്ത ആഹാരങ്ങൾ
വളരെ കുറച്ചാണെങ്കിലും അത് തന്നെ കഴിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ചില ആഹാരങ്ങൾ കഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം നമ്മുടെ ചെറിയ ചെറിയ മത്തി പോലുള്ള മീനുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് തന്നെ നമ്മൾ പലപ്പോഴും കുറച്ച് കഴിക്കും. എന്തിനു വേണ്ടിയാണ്? അത് കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടും എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പൂരിത കുഴപ്പമുള്ള ഏതെങ്കിലും ഒരു സാധനം കഴിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പം മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം കുറയുന്നു. മുട്ടയുടെ ഉപയോഗം, കൊളസ്ട്രോളിൻ്റെ ഭയം നമ്മൾ മുട്ട കഴിക്കുന്നില്ല. നമ്മൾ പല മീനുകൾ, അയില, മത്തി പോലുള്ള മീനുകൾ കഴിക്കുന്നില്ല, ഇലക്കറികൾ കഴിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളെല്ലാം കുറച്ചിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ്, സ്വീറ്റൻ്റെ മധുരം കൂടിയ ഭക്ഷണങ്ങൾ ഒക്കെ ആണ് കഴിക്കുന്നത്. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതി കഴിക്കേണ്ട ഭക്ഷണങ്ങളെ ഒഴിവാക്കി വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബാലൻസ്, സമീകൃതമായ ഒരു ആഹാരം കഴിക്കാതെ നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്തുന്ന ആഹാരം മാത്രമാണ് എല്ലാവരും കഴിക്കുന്നത്. നാവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള, ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള തൃപ്തിയല്ല, നമ്മുടെ ഒരു അവയവമായ നാവിൻ്റെ തൃപ്തി മാത്രമാണ്. നാവിൻ്റെ തൃപ്തിയിലൂടെ ഉണ്ടാകുന്ന ഒരു മനോസുഖമാണ് നമ്മൾ ആഹാരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായ ആഹാരം കഴിക്കുന്നില്ല, ഇലക്കറികൾ കഴിക്കുന്നില്ല, ബ്രക്കോളി, അതുപോലെ ഇലക്കറികൾ, മീന്, ചെറിയ മീനുകൾ, കൂടാതെ പിന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. പാൽ പ്രോഡക്ട്സ്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ അളവിൽ കാൽഷ്യം കിട്ടും. പലപ്പോഴും ഇതൊന്നും കഴിക്കാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡോക്ടറെ കാണുന്നു, കാൽഷ്യം ഗുളികൾ എഴുതി മേടിക്കുന്നു. എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല, തടി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഗുളികൾ നമ്മൾ എഴുതി സ്ഥിരമായിട്ട് കാൽഷ്യം ഗുളികൾ മേടിച്ച് കഴിക്കുന്നു. ചില ഡോക്ടറെ കണ്ട് മേടിച്ച് കഴിക്കുന്നു, ചില ഡോക്ടറെ കാണാതെ മേടിച്ച് കഴിക്കുന്നു, ചില ഓൺലൈൻ സംഘങ്ങളിൽപ്പെട്ട് അവരുടെ പ്രത്യേകതരം കാൽഷ്യങ്ങൾ വളരെ വില കൂടിയ വിലയിൽ മേടിച്ച് കഴിക്കുന്നു. അപ്പം ഈ കാൽഷ്യം ഗുളികയുടെ ഓവർ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഓക്സലേറ്റ്സ് ഒക്കെ, ക്രിസ്റ്റൽസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. പിന്നെ വൈറ്റമിൻ ഡി ത്രീയെ കുറിച്ചൊരു പാനിക്, അതായത് വൈറ്റമിൻ D3 എനിക്ക് കുറവാണ്, വൈറ്റമിൻ D3 എനിക്ക് കുറവാണ് എന്നൊരു പാനിക് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ D3 കുറയുന്നുണ്ടോ? തീർച്ചയായിട്ടും കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്തയെ തന്നെ മാറിയിരിക്കും. നമ്മൾ ലേശം പോലും വെയിൽ കൊള്ളാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നേരത്തെ നമ്മൾ മഴ സമയത്തെ കുട പിടിക്കുന്നു, ഇപ്പം നമ്മൾ വെയിൽ സമയത്തും കുട പിടിക്കുന്നു. നമ്മൾ ശരീരം മൊത്തം മൂടി വെയിലൊന്നും കൊള്ളാതെ വളരെ സുരക്ഷിതമായി നടക്കുന്നതേ ഇല്ല. നമ്മൾ വെയിലില്ലാത്ത സമയത്ത് നടക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നാച്ചുറലായിട്ട് കിട്ടേണ്ട വൈറ്റമിൻ D3 വെയിലിൽ നിന്നാണ് കിട്ടേണ്ടത്. വെയിലിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുന്നു, വെയിലിൽ നമ്മൾ ഭയപ്പെടുന്നു, വെയിലിനെ നമ്മളൊരു ശത്രുവായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ആരും വെയിൽ കൊള്ളുന്നില്ല. നമ്മുടെ പുതിയ തലമുറ, കൊച്ചു കുട്ടികൾ ഒട്ടും വെയിൽ കൊള്ളുന്നില്ല. അപ്പം നമ്മുടെ കുട്ടിക്കാലം നമുക്കറിയാൻ പറ്റും, നമ്മൾ വെയിൽ കൊണ്ട്, മഴ കൊണ്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് വളരെയധികം മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ വളരെ ക്ലോൺഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. ഈ ഡെഫിഷ്യൻസിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? നമ്മൾ എന്താണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യത്തെ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. സെൻസിറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ പോകുക. ഇപ്പോൾ വൈറ്റമിൻ D3 സ്വയം വാങ്ങി കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ 8-9 ആഴ്ച 60,000 ഇൻട്രാക്ഷൻ യൂണിറ്റ്സ് വെച്ച് ഒരു വർഷം കഴിച്ചാൽ മതി ആ വൈറ്റമിൻ D3. പക്ഷേ അത് സ്ഥിരമായിട്ട് കഴിച്ച് വൈറ്റമിൻ D3 അളവ് 100-ൽ പുറത്താക്കിയിട്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എന്താണ് വൈറ്റമിൻ D3 പ്രത്യേകത? അത് ഒരു വാട്ടർ സോലുബിൾ ആയിട്ട്, അതായത് മൂത്രം വഴി പുറത്തു പോകുന്നൊരു വൈറ്റമിൻ അല്ല. അപ്പോൾ അത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് അത് ശരീരത്തിൽ അതിൻ്റെ അളവ് കൂടുകയും വൈറ്റമിൻ D3 ടോക്സിറ്റി ഉണ്ടാകുകയും ചെയ്യും. അപ്പം മനുഷ്യൻ്റെ ഈ നമ്മുടെ സാധാരണ ജീവിതക്രമത്തിൽ നിന്നും വഴിവിട്ടു പോവുകയും ചില കാര്യങ്ങളിൽ മാത്രം അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ കാര്യങ്ങളെ കുറിച്ച് മാത്രം വീണ്ടും വീണ്ടും ഉത്കണ്ഠാകുലരായി നോക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവണത, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ നമ്മൾ സെർച്ചിങ് ഗ്രൗണ്ട്സുകളിലായാലും ഈ കാര്യങ്ങളെ കുറിച്ച് മാത്രം അന്വേഷിക്കുകയും നമ്മുടെ സമീകൃതമായ സമ്പൂർണമായ ഒരു മനുഷ്യജീവിയുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും ആവശ്യമായ പരിസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് വരുന്നത് കൊണ്ടും ഈ വൈറ്റമിൻ D3 ഓവർ ഡോസേജ് ഉണ്ടാകുന്നു, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയും ഉണ്ടാകും. അപ്പം അത് നമ്മുടെ ഒരു സിസ്റ്റം തന്നെ മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ ജീവിതശൈലി മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ ആഹാര രീതി കുറച്ചുകൂടി സമീകൃതവും സന്തുലിതവുമാകേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ആഹാരമാണ് ഞാൻ കഴിക്കേണ്ടത്, രാവിലെ എന്താഹാരം കഴിയണം, ഉച്ചയ്ക്ക് എന്താഹാരം കഴിയണം, ഇന്ന് എന്താഹാരമൊക്കെ കഴിക്കണം, ഒരാഴ്ച എത്ര ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നൊരു സെൽഫ് ഓഡിറ്റിംഗ് ഓരോ വ്യക്തിയും നടത്തേണ്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ, ഞാൻ കഴിക്കേണ്ടുന്നതായ ആഹാരങ്ങൾ, ഞാൻ നിർബന്ധമായും കഴിക്കേണ്ടതായ ആഹാരങ്ങൾ, ഞാൻ പ്രിഫറബിളി കഴിക്കേണ്ടതായ ആഹാരങ്ങൾ ഒക്കെ ഒരാഴ്ച എത്ര കഴിക്കണമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഞാൻ എന്തൊക്കെ വ്യായാമം ചെയ്യണം. ഒരാഴ്ച 5 ദിവസം ഞാൻ വ്യായാമം ചെയ്യണം. ഇപ്പം ഞാൻ പകലെ കിടന്നുറങ്ങുക, അല്ലെ എപ്പോഴും കിടന്നുറങ്ങുക, അകാല വാർദ്ധക്യം പോലെ എപ്പോഴും അവശനായിരിക്കുക, ഒരടി പോലും നടക്കാതിരിക്കുക, പിന്നെ ഒരു ആചാരം പോലെ രാവിലെയോ വൈകുന്നേരമോ നടക്കാൻ ഇറങ്ങുക, ഒരു ആചാരം പോലെ ജിമ്മിൽ പോകുക, അങ്ങനെയൊക്കെ അല്ല. നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സമീകൃതവും സന്തുഷ്ടവും ആരോഗ്യകരവുമാകണമെങ്കിൽ ഈ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് ചില രോഗങ്ങൾ, ഉദാഹരണമായിട്ട് ചില ചികിത്സകൾ ഒക്കെ തന്നെ ഈ അസ്ഥിശോഷണം ഉണ്ടാക്കാറുണ്ട്. മൾട്ടിപ്പിൾ മൈലോമ എന്നൊരു രോഗമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിന് കഴിക്കുന്ന ചില ചികിത്സാ പദ്ധതികൾ കൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, അതായത് ശരീരത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ കാൽഷ്യം ഗുളിക കഴിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് കൊണ്ട് തന്നെ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത ഡോക്ടറെ കണ്ട് നമ്മൾ BMD, ബോൺ മിനറൽ ഡെൻസിറ്റി എന്നൊരു പരിശോധനയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോണിലുള്ള മിനറൽസിൻ്റെ അർത്ഥം അറിഞ്ഞ് നമുക്കത് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട കുഴപ്പം? ഒന്നാമത് നമ്മുടെ പൊക്കം കുറയുക, നമ്മുടെ നട്ടെല്ല് വളയുക, അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് വീഴുമ്പോൾ ഒടിവുണ്ടാവുക, അല്ലെങ്കിൽ ഒടിഞ്ഞു തന്നെ വീഴുക. അങ്ങനെ പ്രായമുള്ളവരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടുപ്പെല്ല് ഒടിയുക, നട്ടെല്ല് ഒടിയുക, നമ്മൾ ഒടിഞ്ഞു മറിഞ്ഞു വീഴുക, അങ്ങനെയുള്ള പല ദൂഷ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പം പുതിയ കാലഘട്ടത്തിലെ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ അസ്ഥിശോഷണം എന്നുള്ളത്. പക്ഷേ അതിനെ നമുക്ക് ചെറിയ തോതിലുള്ള ഗുളികകൾ കൊണ്ട്, കൃത്യമായ പരിചരണം കൊണ്ട്, കൃത്യമായ ആഹാരശൈലി കൊണ്ട്, കൃത്യമായ വ്യായാമം കൊണ്ട് നേരിടാവുന്നതേ ഉള്ളൂ. അതിന് വലിയ തരത്തിലുള്ള ചികിത്സയുടെ ആവശ്യം സാധാരണ വരാറില്ല. കൃത്യമായ ഭക്ഷണവും കൃത്യമായ വ്യായാമവും ബുദ്ധിപൂർവമായ സമീപനവും കൊണ്ട് ഈ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള ഭീകരമായ ഒരു മെഡിക്കൽ കണ്ടീഷനെ നമുക്ക് ഓവർകം ചെയ്യാവുന്നതും നമുക്ക് സുഖകരമായ ഒരു ജീവിതം ഉണ്ടാക്കാവുന്നതുമാണ്. എന്തായാലും എൻ്റെ വാക്കുകൾ ഇത്രയും നേരം ശ്രവിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.